വെള്ളായണി ദേവീക്ഷേത്രത്തിലെ പറണേറ്റിന് ആയിരങ്ങൾ സാക്ഷിയായി. 2 മാസം നീണ്ടുനിന്ന അനുഷ്ഠാന പരമ്പരയ്ക്ക് അതോടെ പരിസമാപ്തിയായി. എല്ലാ കാളി ഉത്സവങ്ങളുടെയും അടിസ്ഥാനം ദാരിക നിഗ്രഹമാണെങ്കിലും വെള്ളായണി കാളിയൂട്ടിനെ വ്യത്യസ്തമാക്കുന്നത് പറണേറ്റ് എന്ന ആകാശയുദ്ധമാണ്. 4 ദിക്കുകളിലും ദാരികനെ തെരഞ്ഞു കണ്ടെത്താൻ കഴിയാതെ ഒടുവിൽ ദേവി ആകാശമാർഗം തേടുന്നു. തെങ്ങിൻ തടി കൊണ്ട് തെങ്ങോളം ഉയരത്തിൽ കെട്ടിയുയർത്തിയ പറണെന്ന ആകാശഗോപുരത്തിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ടുള്ള വിഹക വീക്ഷണത്തിലാണ് ദേവി ദാരികനെ കണ്ടെത്തുന്നത്. തങ്കത്തിരുമുടിയേന്തിയ ദേവിയുടെ കൺമുന്നിലേക്കുള്ള ദാരികന്റെ വരവും അത്യന്തം നാടകീയം. ദേവിയുടെ നല്ലിരിപ്പ് സ്ഥാനമായ അണിയറപ്പുര ചവിട്ടിപ്പൊളിച്ചുകൊണ്ടാണ് ദാരികന്റെ രംഗപ്രവേശം. തങ്കത്തിനുമുടിയിൽ കുടികൊള്ളുന്ന ദേവി നിലപാട് നിൽക്കുന്ന പറന് സമീപത്ത് തന്നെ നിർമ്മിച്ച മറ്റൊരു ഗോപുരത്തിലേക്ക് ദാരികനും കയറുകയാണ്. കാഴ്ചക്കൊത്തളങ്ങളിലേറി ദേവിയും ദാരികനും മുഖാമുഖം നിന്ന് പോർവിളിക്കുന്ന കാഴ്ച കാണാൻ ആയിരങ്ങൾ വെള്ളായണി പടതലത്തിലേക്ക് രാത്രി മുഴുവൻ പ്രവഹിക്കുകയായിരുന്നു. ഭൂമി മലയാളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഉത്സവാനുഷ്ഠാനങ്ങളിലൊന്നാണ് വെള്ളായണി കാളിയൂട്ട്. 2 മാസക്കാലം ദേശത്തിന്റെ ഓരോ നാട്ടുവഴിയിലും ആഘോഷത്തിന്റെ പൂക്കൾ വിതറിക്കൊണ്ടാണ് ദേവിയുടെ പ്രയാണം. പറണേറ്റ് കഴിഞ്ഞ് നിലത്തിറങ്ങിയുള്ള യുദ്ധത്തോടെ തിരിമുറിയാത്ത ആ ഉത്സവ കാഴ്ചകൾക്ക് വിരാമമാകുന്നു.